നീതയുടെ വിശദാംശങ്ങളുമായി. നീത, ഇപ്പോൾ 50% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. ഈ നേതാക്കളൊക്കെ പ്രതികരിച്ചു തുടങ്ങിയോ? ഈ പോളിംഗ് ദിനത്തിൽ 3 പാർട്ടികളുടെയും നേതാക്കൾ എത്രത്തോളം വലിയ ആത്മവിശ്വാസമാണ് പങ്കുവച്ചത്? അഖില, രാവിലെ മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഇതുവരെയുള്ള ഒരു പോളിംഗ് ശതമാനം നോക്കുമ്പോൾ 50% കടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 60%. അതെന്തായാലും കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെ പറയേണ്ടി വരും. 50% ആയിരിക്കുന്നു. ഇനിയും 1.5 മണിക്കൂർ കൂടി സമയമുള്ളൂ. അതിനിടയിൽ ഇനി കൂടുതൽ വോട്ടർമാർ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വോട്ടെടുപ്പ് ദിവസത്തിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു പാർട്ടികൾ. നമ്മൾ കണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം, ഈ പ്രചരണ സമയങ്ങളിലെല്ലാം വലിയൊരു വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ചും BJPയും ആം ആദ്മിയും നേർക്കുന്നത് തന്നെ എന്നുള്ള ഒരു പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതും ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. ആം ആദ്മിയും BJPയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഇന്ന് ഉന്നയിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഡൽഹി പോലീസും നിഷേധിച്ച തരത്തിൽ പണം നൽകിയുള്ള ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പോലീസും വിലയിരുത്തുന്നുണ്ട്. എന്തായാലും 70 സീറ്റുകളിലേക്കുള്ള ഒരു വാശിയേറിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. 1.5 മാസം നീണ്ട വലിയൊരു പ്രചരണ സമയത്തിന് ശേഷമാണ്, വലിയ പ്രത്യാരോപണങ്ങൾക്ക് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. നമുക്കറിയുന്നത് പോലെ അഖില്, വലിയ രീതിയിൽ തന്നെ ആം ആദ്മി പാർട്ടി പ്രതിസന്ധിയിലായ ഘട്ടമുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ജയിലിലേക്ക് പോകുന്ന ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ പേരിൽ ജയിലിൽ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനെ സംബന്ധിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഒരു വലിയൊരു ഇത് എങ്ങനെയാകും ജനങ്ങൾ ഇത് എടുക്കുക എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെയുണ്ട്. ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അഖില് ചോദിച്ചതുപോലെ ഇന്നത്തെ ദിവസവും എല്ലാ നേതാക്കളും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചത്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒരു അധികാര കൈമാറ്റത്തിലേക്ക് പോകില്ല, അധികാരം തുടരുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് ആം ആദ്മിക്കുള്ളത്. അതേസമയം BJPക്ക് ആം ആദ്മിയെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ആം ആദ്മിയെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ ബജറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളൊരു പ്രചരണമൊക്കെ അവസാന സമയങ്ങളിലും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം BJPക്കുണ്ട്. കോൺഗ്രസിനാവട്ടെ കഴിഞ്ഞ കാലത്തൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്ന കോൺഗ്രസിന് ഇത്തവണ മുന്നേറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസും നയിക്കുന്നുണ്ട്. എന്തായാലും ഓരോ ദിവസവും നമ്മൾ കണ്ടതാണ് ഓരോ ആരോപണങ്ങൾ. ഏറ്റവും ഒടുവിൽ ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തിയെന്നുള്ള ആരോപണം കേജ്രിവാൾ തന്നെ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായതാണ്. ഈ വിഷയങ്ങളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണിത്. എന്തായാലും 55 സീറ്റിന് മുകളിൽ വോട്ട് നേടുമെന്നാണ് കഴിഞ്ഞ ദിവസം കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. അതെന്താകുമെന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. എന്തായാലും രാവിലെ മുതൽ തന്നെ നീണ്ട നിര തന്നെയാണ് കാണുന്നത്. അവിടുത്തെ കാലാവസ്ഥയെ അവഗണിക്കാതെയും കൂടുതൽ വോട്ടർമാർ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും 6:30 വരെയാണ് വോട്ടെടുപ്പുള്ളത്. അതിനുശേഷം ശനിയാഴ്ചയാണ് അതിന്റെ വോട്ടെണ്ണൽ. എന്താകും, ആം ആദ്മി പാർട്ടി വീണ്ടും മോദി മാജിക് അവിടെ വിജയിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ശനിയാഴ്ച അറിയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.